ഹലോ ഹായ് നമസ്കാരം. മാധൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞായറാഴ്ച ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഇരുന്നിട്ടുള്ള വീഡിയോയ്ക്ക് ആയിരിക്കും ചെയ്യുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പറഞ്ഞാൽ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. ഇരുന്നിട്ട് ആദൂട്ടിയുടെ വിശേഷങ്ങളും ആദൂട്ടിക്ക് ഓരോ ആഴ്ച വരുന്ന മാറ്റങ്ങളും ആദൂട്ടിയുടെ തെറാപ്പി വിശേഷങ്ങളും ഇതൊക്കെയാണ് ഞായറാഴ്ച ഞാൻ ഇടാൻ തീരുമാനിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്നലെ നമുക്കൊരു കമൻറ്റ് വന്നു. കമൻറ്റിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കതെന്തോ പറയണമെന്ന് തോന്നി. ഇന്നലെ രാത്രി തന്നെ ഞാൻ അതിനൊരു വീഡിയോ എടുത്ത് വെച്ചതാണ്. ആ രാത്രി എടുത്ത വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞുപോയി. അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഒരമ്മയല്ലാതായി പോകും. നെഗറ്റീവ് പറയുന്നവരോടാണ് പറഞ്ഞത്. ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവൻ്റെ അമ്മയല്ലാതായി പോകും. അതുകൊണ്ട് എനിക്കിതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഒരിക്കലും ഞാനൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ട് വരുമെന്ന് വിചാരിച്ചതല്ല. നമ്മൾ സോഷ്യൽ മീഡിയ ആകുമ്പോൾ നെഗറ്റീവും ഉണ്ടാവും പോസിറ്റീവും ഉണ്ടാവും, അതെനിക്കറിയാം. പക്ഷേ എന്നെക്കുറിച്ച് പറഞ്ഞാലും എൻ്റെ ബാക്കി രണ്ട് മക്കളെക്കുറിച്ച് പറഞ്ഞാലും ഒരു പരിധി വരെ ഞാൻ മിണ്ടാതിരിക്കും. ഒരു പരിധി വരെ മാത്രം ഞാൻ മിണ്ടാതിരിക്കും. പക്ഷേ എൻ്റെ ഈ മിണ്ടാപ്രാണിയായി എൻ്റെ മോനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുകയില്ല, അത് ഞാൻ പ്രതികരിക്കും. അപ്പം അവൻ ചോദിച്ച ചോദ്യം എല്ലാവരും ഒന്ന് കേൾക്കണം. മെസ്സേജാണ് കേട്ടോ, യൂട്യൂബിൽ കൂടെയുള്ള മെസ്സേജാണ്. ഒരു 7 മണിയായിപ്പം. നിങ്ങൾ മോന് ചികിത്സിക്കുന്നുണ്ടോ? നിങ്ങൾ മോനല്ല, നിങ്ങൾ ആ ചെറുക്കന് ചികിത്സിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ആ ചികിത്സിക്കുന്നുണ്ട്. അവർ മാറുമോ? ഞാൻ പറഞ്ഞു ആ മാറും. മാറാതെ എന്താണ്? ചികിത്സിച്ചാൽ മാറാത്ത അസുഖമൊന്നുമില്ലല്ലോ, മാറും. എനിക്കൊന്നും തോന്നുന്നില്ല കേട്ടോ ചെറുക്കന് മാറുമെന്ന്. നിങ്ങൾ വെറുതെ ചികിത്സിക്കുന്നതാണ്. അതാണ് അവൻ ചോദിച്ച മറുപടി. എൻ്റെ കൈ കിട്ടിയെങ്കിൽ അവൻ്റെ കരണടിച്ച് പൊട്ടിക്കും, ഉറപ്പാണ്. അപ്പം ഇതാണ് അവൻ എന്നോട് ചോദിച്ച ചോദ്യം. നമ്മളെന്തിന് ചികിത്സിക്കുന്നു, മാറിയല്ലെന്ന് അവന് ഉറപ്പുണ്ടെന്നു. നീ ഏത് ന്യൂറോ ഡോക്ടറാണ് ഒന്ന് പറയുമോ? നീ ഏത് ന്യൂറോയുടെ എവിടുത്തെ ഡോക്ടറാണെന്ന് നീ ഒന്ന് പറയുമോ? നമ്മളോട് ഇതുവരെ ഒരു ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടില്ല നമ്മുടെ മോന് മാറിയല്ല എന്ന്. ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരു ഡോക്ടർ പോലും പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ നമ്മളോട് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല കൊച്ചിന് മാറിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞാൽ കണ്ടിന്യൂ ഫിസിയോതെറാപ്പി ചെയ്യണം. കണ്ടിന്യൂ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ മാറ്റം വരും, ഒരു 80% മാറ്റം വരുമെന്നാണ് അവർ പറഞ്ഞത്. ആ പറയുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വലിയൊരു പ്രതീക്ഷയായിട്ടാണ് ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്നെപ്പോലെയുള്ള ഒരമ്മമാരും, എന്നെപ്പോലെയുള്ളതല്ല സാധാരണയുള്ള ഒരമ്മമാരും സ്വന്തം മക്കൾക്ക് ഒരു അസുഖം വരണമെന്നോ ഒരു പനി വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത അമ്മമാരാണ് എല്ലാം ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇത്രയും ഭയങ്കരമായി തറപ്പിച്ച് പറയുന്ന നീ ഡോക്ടറല്ലേ, നീ ന്യൂറോ ഡോക്ടറല്ലേ, നീ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ ഫോൺ നമ്പർ കിടപ്പുണ്ട്, നീ ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കട്ടോ. പിന്നെ ബാക്കി മറുപടിയും കൂടി പറയാതെ, നീ ഇപ്പം പറഞ്ഞില്ലേ മാറിയെന്ന്, അത് മാറുമോ മാറാതിരിക്കുമോ എന്തേലും ആയിക്കോട്ടെ, നിനക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? അത് മാറണ്ട. മാറാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോയി നടക്കുന്നത്. നിനക്ക് നഷ്ടമുണ്ടോ? പിന്നെ എൻ്റെ കുഞ്ഞിനെ നീ പറഞ്ഞാൽ റൂമിലിട്ടോളാൻ, മാറിയില്ലാത്ത കൊച്ചിനെ റൂമിൽ ഇട്ടോളാൻ. നീ അങ്ങനെയാണോ നിൻ്റെ മക്കളെ വളർത്തുന്നത്? നിൻ്റെ മക്കൾക്ക് പനി വന്നാൽ നീ അന്നേരം റൂമിൽ കയറി അടച്ചിടുവാണ് നീ ചെയ്യുന്നത്, ആണോ? ഈ ദൈവത്തെ ഓർത്ത് എൻ്റെ നല്ലവരായ കൂട്ടുകാരോടല്ല ചോദിക്കുന്നത്. എനിക്ക് വന്ന നെഗറ്റീവിനുള്ള മറുപടിയാണ് പറയുന്നത്. എനിക്കിത് പറഞ്ഞില്ലെങ്കിൽ ഞാനല്ലാതായി പോകും. എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മൾ ആദൂട്ടീനെ ന്യൂറോ കാണിക്കുന്നത് ഷൊർണൂർ ഐക്കോൺസിലാണ്. അപ്പോൾ അവരവിടുന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദൂട്ടിക്ക് ഒരു മാറും പെട്ടെന്ന്. ആദൂട്ടി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. ആദൂട്ടി മരുന്ന് കൊടുത്തിട്ട് ഓക്കാനിക്കുന്നുണ്ട്. അപ്പം വേറെ വന്നൊരു കമൻറ്റാണ്, വേറെ ഒരു കുറച്ച് ദിവസം വന്നൊരു കമൻറ്റാണ്, നിങ്ങൾ എന്തിനാണ് കൊച്ചിനെ വെച്ച് കോമാളി കളിക്കുന്നത്, അവന് മാറുമോ? ചെറുക്കന് മാറിയല്ല. അതും ഇതേപോലെ മറുപടിയാണ് വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നാലോ? എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരിക്കലും ഒരു അവസ്ഥ വരില്ല, എനിക്ക് ഉറപ്പാണ്. നീ ദൈവമാണോ? ഈ 2 കമൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നതല്ല, നിൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരില്ല, സമ്മതിച്ചു. അത് പറയാൻ നിനക്ക് തറപ്പിച്ച് പറയാൻ പറ്റുമോ? ഒന്ന് നടന്നു പോയാൽ മതി നമ്മുടെ സാഹചര്യം മാറാൻ. ഒന്ന് നടന്നു പോകുന്ന സമയം മതി നമ്മുടെ സാഹചര്യം വരാൻ. അതറിയാവോ? മിണ്ടാതിരിക്കും തോറും
നെഗറ്റീവ് പറഞ്ഞോ, നിങ്ങൾക്ക് എന്ത് വേണേലും പറയാം. വീഡിയോ ഇഷ്ടമല്ലേ പറഞ്ഞോ. ഞാൻ ഓരോ ദിവസവും ഇടുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മോനായിട്ട് പോകുന്നതും ഫിസിയോതെറാപ്പിക്ക് പോകുന്നതും കാര്യങ്ങളും ഞങ്ങളുടെ വിശേഷങ്ങളുമാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത്. അല്ലാതെ ഞാൻ ആരെക്കുറിച്ചും ഒരു കുറ്റമോ ഒരു കുറവോ ഒന്നും പറഞ്ഞ് ഞാൻ വരുന്ന പറയുന്നില്ല. കാരണം എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി ഞാൻ പോവുകയാണ്. ഒന്നിനും ആരുടെ ഒരു കാര്യം പറയാനോ ഒന്നിനും ഞാൻ വരുന്നില്ല. ഞാൻ എൻ്റെ മക്കൾ ആദൂട്ടീൻ്റെ കാര്യത്തിനാണ് ഞാൻ ചാനൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ അതായിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മാനസികമായിട്ട് നമുക്ക് സപ്പോർട്ട് തന്നില്ലെങ്കിലും നമ്മളെ തളർത്താതിരുന്നൂടെ. നിങ്ങളിങ്ങനെ ഈ പറയാനുള്ളത് മൊത്തം നിങ്ങൾ നെഗറ്റീവായിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോകും. പിന്നെ ഇത് മനസ്സിൽ കിടന്നിങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് വിഷമിച്ച് ഞാനിങ്ങനെ ഇരിക്കുവാണ്. പിന്നെ എൻ്റെ ചിന്ത ഏതൊക്കെ അറ്റത്തൂടെയാണ് കാട് കയറിപ്പോകുന്നതെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. പിന്നെ എനിക്ക് തലവേദനയായി, BP കുറയലായി, പിന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായി. മാനസികമായിട്ട് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പ്രശ്നത്തിലേക്ക് നിങ്ങളെന്നെ തള്ളിവിടുന്നുണ്ട്. നിങ്ങളെപ്പോലെ ചൊറിയും കുത്തി കണ്ടുള്ളവരുടെ കുറ്റവും പറഞ്ഞിരിക്കലല്ല എൻ്റെ പണി. എനിക്ക് 1000 പണിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ നടത്തുകയാണ്. എൻ്റെ മോനെ നടത്തില്ല, അവൻ്റെ കാര്യങ്ങൾ ചോദിക്കാൻ, അവൻ അമ്മയെന്ന് വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മയാണ്. ദൈവത്തെ ഓർത്ത് ചൊറിയാൻ വരരുത്. ചൊറിഞ്ഞിട്ടുണ്ട് ഇനി മാന്തിയേ വിടുള്ളൂ. നെഗറ്റീവ് ഇട്ടോ, നെഗറ്റീവ് നിങ്ങൾക്ക് എന്ത് വേണേലും ഇടാം, സോഷ്യൽ മീഡിയയാണ്. പക്ഷെ കൊച്ചിനെ പറയരുത്. ഒരപേക്ഷയായിട്ട് കൂട്ടിയാൽ മതി. എൻ്റെ ആദൂട്ടീനെ ഒന്നും പറഞ്ഞുകൊണ്ട് ആരും നെഗറ്റീവ് ഇടാൻ വേണ്ടി വരരുത്. കോള് വന്നു കേട്ടോ, ഒരു കോള് വന്നു. മോനിവിടെ കിടപ്പുണ്ട്. അപ്പം മാള് ചേച്ചി വിളിച്ചു. ഒരു കോള് വന്നപ്പോൾ ഞങ്ങൾ പോയതാണ്. ആദൂട്ടിക്ക് ഇന്ന് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. ഈ പറയുന്നവർക്ക് അറിയത്തില്ലല്ലോ ഞങ്ങളുടെ സന്തോഷവും. വേണ്ടെന്നേ, ഓടി നടക്കുന്നില്ലേ, നടക്കണ്ട, ഞങ്ങൾക്ക് ഇങ്ങനെ മതി, ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന ദൈവം തന്ന മുർത്താണ്, ഞങ്ങൾക്ക് ഇങ്ങനെ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്കില്ലാത്ത ചോദിച്ചാൽ വേറെ ആർക്കും വേണ്ട ഞങ്ങളുടെ കൊച്ചിൻ്റെ കാര്യത്തിൽ. ഈ ചിരി ഒന്ന് കണ്ടാൽ മതിയല്ലോ. നീയൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ ചിരി ഒന്നൊക്കെ കണ്ടാൽ മതിയല്ലോ. നീയൊക്കെ ഏത് ലോകത്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾക്കിത് മതി. പിന്നെ ആദ്യത്തെക്കാളും മാറ്റമായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആദൂട്ടി കസേരയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞതിൽ നിന്ന് മാറിപ്പോകുന്നു കേട്ടോ. കാട് കയറി പോകുന്നു ഞാൻ. നമ്മുടെ ആദൂട്ടിക്ക് കസേരയിൽ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ അവനാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദൂട്ടി ആന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മാറ്റം വന്നിരുന്ന് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന സമയമാണ്. ആ സമയമാണ് ഇവൻ്റെ നെഗറ്റീവ് കൊണ്ട് ഇവൻ വന്നത്. മാറിയല്ല, നിങ്ങൾ എന്തിനാണ് കൊണ്ടുപോയി നടക്കുന്നത് റൂമിലിട്ട് പൂട്ടാനൊക്കെ? നീ നിൻ്റെ വീട്ടിലുള്ള അമ്മേനെയോ അച്ഛനെയോ നിൻ്റെ മക്കളെയോ ആരാന്ന് വെച്ചാൽ നീ റൂമിലിട്ട് പൂട്ടിക്കോ. ഇവിടെ റൂമിലിട്ട് പൂട്ടാൻ മാത്രം മക്കളൊന്നും എനിക്കില്ല. നീ ഒരു കാര്യം ചെയ്യുക, നിൻ്റെ വീട്ടിലുള്ളവരെ പിടിച്ചിട്ട് റൂമിലിട്ട് പൂട്ട്. എനിക്ക് റൂമിൽ പിടിച്ച് പൂട്ടാൻ മാത്രം മക്കൾ എനിക്കില്ല. ഇനിയിപ്പോൾ എന്തോ അവസ്ഥ, ഏതവസ്ഥ ആയിക്കോട്ടെ, എൻ്റെ മോനെ ഞാൻ നോക്കിക്കോളും. ഒരുത്തനെ ഒരു നേരം പോലും നോക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏൽപ്പിക്കുന്നില്ല. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ പോകൂല, ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോകൂല. പോകാത്ത എന്നാന്നറിയാമോ? സഹതാപം കൊണ്ടുള്ളൊരു നോട്ടം അതെനിക്കിഷ്ടമല്ല. കാരണം എന്തിനാണ് സഹതപിക്കുന്നത്? എന്തിനാണ്? അസുഖം ഇതൊക്കെ ഒരു അവസ്ഥയാണ്. ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറി മറിയാം. അപ്പോൾ ഈ നോട്ടം എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ആളുകളുടെ 1000 അഭിപ്രായമാണ്. എന്താണോ മാറുമോ അതൊക്കെ. ഇതിപ്പോൾ എഴുതിയിട്ട് ചോദിക്കണമെങ്കിൽ അവൻ എന്തുമാത്രം സൂക്കേടുണ്ടായിട്ടാണ് എഴുതിയിട്ട് എന്നോട് ഈ കമൻറ്റ് ചോദിച്ചേക്കുന്നത്. നിങ്ങളൊന്ന് പറ കൂട്ടുകാരെ, നിങ്ങളാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. ഞാൻ ഇന്ന് വരെ വന്നിട്ട് എൻ്റെ കൊച്ചിന് വയ്യേ, നിങ്ങൾ പിരിവുതായേ എന്നും പറഞ്ഞ് ബക്കറ്റ് എടുത്ത് ഞാൻ പിരിച്ചിട്ടുണ്ടോ? നിന്നോട് ഞാൻ 1 രൂപ എൻ്റെ കൊച്ചിന് വേണ്ടി മേടിച്ചിട്ടുണ്ടോ? കടം ചോദിച്ചിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരോട് കടം ചോദിച്ചിട്ടുമുണ്ട്, തരാത്തവരുമുണ്ട്, തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പം ദൈവത്തെ ഓർത്ത് നീ മാന്താൻ വേണ്ടി വരരുത്. മാന്താൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് 1 രൂപ ചോദിച്ചിട്ടില്ല എൻ്റെ കൊച്ചിൻ്റെ ചികിത്സയ്ക്ക്. നിന്നെ എൻ്റെ കൊച്ചിനെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്നെ ചുമ്മാ മാന്തിയിട്ട് മുറിവ് ഏൽപ്പിക്കാൻ വേണ്ടി വരരുത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു അമ്മയാണ് ഞാൻ. ഇന്നലെ ഞാൻ കരഞ്ഞുകൊണ്ടാണ് വീഡിയോ എടുത്തത്. കരഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് വീഡിയോ എടുത്തത്. എനിക്ക് ആ വീഡിയോ ഇന്ന് ഇടണ്ടെന്ന് തോന്നി. ഇടേണ്ട കാര്യമില്ല. ആ വീഡിയോ എന്തിനാണ് ഇടുന്നതെന്ന് മറുപടി നല്ല സ്ട്രോങ് ആയിട്ട് തിരിച്ചു കൊടുക്കുക. മിണ്ടാതിരിക്കും തോറും ആയിരിക്കും തലയിൽ കയറി നിറങ്ങുന്നത്. അത് വേണ്ട. സഹിക്കുന്നതിനും പറയുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. എൻ്റെ കൊച്ചിനെ ചികിത്സിക്കാനോ എൻ്റെ കൊച്ചിൻ്റെ അസുഖം മാറുമെന്ന് പറഞ്ഞിട്ടോ ഞങ്ങളുടെ ഒരു പ്രതീക്ഷയല്ലേടാ. ഞങ്ങളെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങളുടെ മോനെയും കൊണ്ട്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷയാണ് ആദൂട്ടിക്ക് മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അത് പ്രതീക്ഷ ചിലപ്പോൾ പ്രതീക്ഷയായിട്ട് തന്നെ നിൽക്കും, ചിലപ്പോൾ അതിന് മാറ്റം വരും. ഞങ്ങളെങ്ങനെയും ജീവിച്ചു പോയിക്കോട്ടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക്.
ഇപ്പം ആദൂട്ടിക്ക് വരുന്ന ഓരോ മാറ്റമാണ് എൻ്റെ മുമ്പിലേക്കുള്ള ഓരോ ദിവസത്തേക്കും എന്നെ പ്രേരിപ്പിക്കുന്നത്. നീ ഈ പറയുന്ന നിനക്കറിയാവുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആദൂട്ടിക്ക് അച്ഛനും അമ്മയൊക്കെ ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ആദുമോനെ ആര് നോക്കും എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിൽ കിടപ്പുണ്ട്. ഞാൻ നോക്കുന്ന പോലെ നിങ്ങൾ ആരെങ്കിലും നോക്കുമോ? എത്ര വലിയതാണെന്ന് നോക്കുമോ? ആരും നോക്കത്തില്ല. എൻ്റെ മനസ്സിൽ അങ്ങനത്തെ നല്ലൊരു വിഷമം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി പേരുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. 10,000-11,000 പേരുടെ പ്രാർത്ഥനയുണ്ട് നമ്മുടെ ആദൂട്ടിക്ക് വേണ്ടിയിട്ട്. ചേച്ചി ഇന്ന് എനിക്ക് വന്നൊരു കമൻറ്റാണ്, ചേച്ചി ആശങ്കപ്പെടാതെ ആശ കൈവച്ച് മുമ്പോട്ട് പോകാൻ. ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ വിട്ട കമൻറ്റാണ് എനിക്ക്. ചേച്ചി പ്രതീക്ഷ കൈവച്ചുകൊണ്ട് പോകും, എല്ലാം നടക്കുമെന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഞാൻ രാവിലെ ഇവിടുന്ന് 9 മണിയാകുമ്പോൾ ഫിസിയോതെറാപ്പിക്ക് പോകുന്ന ആളാണ്. ഞാൻ പോയി വന്നിട്ടാണ് ഒരു വാ വെള്ളം വരെ ഞാൻ കുടിക്കുന്നത്, അറിയാവോ? ഓരോ അമ്മമാർക്കും എത്ര വയ്യാത്ത കുഞ്ഞോ, എത്ര കാണാൻ കൊള്ളിയാത്തോ, തൻകുഞ്ഞ്, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ഓരോ അമ്മമാർക്കും അവരുടെ മക്കൾ പ്രധാനപ്പെട്ട മക്കൾ തന്നെയാണ്. എത്ര വയ്യെങ്കിലും എന്തായിക്കോട്ടെ. പിന്നെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയില്ലെങ്കിൽ എൻ്റെ ആദൂട്ടിനെ ആരേലും അറിയുമോ? ആരും അറിയത്തില്ല. ഞങ്ങൾ ഈ ചികിത്സയും കാര്യങ്ങളുമായിട്ട് ഞങ്ങളുടെ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ പോവുകയുള്ളൂ. ഞങ്ങളെ ആരും അറിയത്തുമില്ല, ഞങ്ങളെ ആർക്കും മനസ്സിലാകത്തുമില്ല. ഇപ്പം ഞങ്ങൾക്ക് എന്തോരം പേരുണ്ടെന്നറിയാമോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ. പിന്നെ നിൻ്റെയൊക്കെ ഒരു നെഗറ്റീവ് കണ്ടിട്ട് സൗമ്യ ഒരിക്കലും പതറിപ്പോകുകയില്ല, ഞാനൊട്ട് വീട്ടിലിരിക്കത്തുമില്ല, എൻ്റെ മോനെ ആ റൂമിൽ അടച്ചിടത്തില്ല. പിന്നെ ഈ മറുപടി നിനക്ക് തന്നില്ലേ ഞാൻ അമ്മയല്ലാതായിപ്പോവും. ഒരു അമ്മ എന്ന നിലയിൽ ഈ മറുപടി മേലാ നിൻ്റെ നാക്ക് പൊന്തരുത് ഇനി ഒരു മക്കളെ ഇങ്ങനത്തെ പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനത്തെ ഒരു മറുപടി വന്നത്. ആരെയും പറയാൻ വേണ്ടി നിൻ്റെ നാക്കിനി ഇങ്ങനെ പൊന്തരുത്. കാരണം അത് ദൈവം ഇനി പൊന്തിക്കുകയല്ല, മനസ്സിലായോ? അത്രയ്ക്ക് വിഷമിച്ചുകൊണ്ട് ഒരു അമ്മ പറയുന്നതാണെന്ന് നീ ചിന്തിച്ചോ? അപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഒരു മറുപടി കൊടുക്കണം തോന്നി. എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇത്രയും മറുപടി കൊടുത്തില്ല ഞാനൊരു അമ്മയല്ലാതായി പോകും. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ സന്തോഷങ്ങളും നമ്മുടെ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളും എല്ലാം ആയിട്ട് നാളെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പറയുന്നവരവിടെ ഇരുന്ന് പറയും. നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിനി ഇന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ ചെയ്യാത്തത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അവരെ വെറുതെ വിട്ടതാണ്. നാളെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോ ചെയ്യും. നിയമപരമായിട്ട് ഞാൻ അതിനെന്താണോ വേണ്ടത് അതിന് ഞാൻ ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, ബൈ ബൈ.